പകൽ സമയത്ത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ നമുക്കെന്നും കൗതുകമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഓരോ നിമിഷവും ഒരുപാട് കാര്യങ്ങളാണ് സൂര്യനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനെ കുറിച്ച് പഠിക്കുക എന്നത് ജ്യോതിശാസ്ത്രജ്ഞർക്ക് വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യവുമാണ്. ആയതിനാൽ സൂര്യനെ കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ഇസ്രോ വിക്ഷേപിച്ചിട്ടുള്ള ഒരു മിഷനാണ് ആദിത്യ L1. സൂര്യനിൽ നിന്നും 150 മില്യൺ കിലോമീറ്റേഴ്സ് അകലെ L1 പോയിന്റിൽ നിന്നുകൊണ്ടായിരിക്കും ആദിത്യ L1 സൂര്യനെ കുറിച്ച് പഠിക്കുക. സൂര്യന്റെ ഔട്ടർ ലെയർ ആയ കൊറോണ, സൂര്യന്റെ അറ്റ്മോസ്ഫിയർ, സൂര്യനിൽ ഉണ്ടാകുന്ന കൊറോണൽ മാസ് ഇജക്ഷൻസ്, സോളാർ വിൻഡുകൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കലാണ് ആദിത്യ L1ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആദിത്യ L1 എന്തിന്, എങ്ങോട്ട്, എങ്ങനെ നമുക്ക് നോക്കാം. നമ്മൾ ആദിത്യ L1നെ വിക്ഷേപിക്കാൻ പോകുന്നത് ലഗ്രാഞ്ച് പോയിന്റ് 1ലേക്കാണ്. ആട്ടെ, എന്താണ് ഈ ലഗ്രാഞ്ച് പോയിന്റ്? നമ്മൾ ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കുന്ന സ്പേസ് ക്രാഫ്റ്റുകൾക്ക് യാതൊരു തടസ്സവും കൂടാതെ സ്പേസിൽ നിന്നുകൊണ്ട് പഠനം നടത്താൻ കഴിയുന്ന ചില പോയിന്റുകളെയാണ് നമ്മൾ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 5 ലഗ്രാഞ്ച് പോയിന്റുകളാണ് നമ്മുടെ സ്പേസിലുള്ളത്. അവയെ നമ്മൾ L1, L2, L3, L4, L5 എന്ന് പറയും. ഇതിൽ ആദിത്യ L1നെ നമ്മൾ വിക്ഷേപിക്കാൻ പോകുന്നത് L1 പോയിന്റിലേക്കാണ്. എന്നാൽ എന്തുകൊണ്ടാണ് മറ്റുള്ള പോയിന്റുകളൊന്നും തിരഞ്ഞെടുക്കാതെ L1 പോയിന്റ് മാത്രം തിരഞ്ഞെടുത്തത്? നമുക്കറിയാം, ആദിത്യ L1ന്റെ ലക്ഷ്യം സൂര്യനെ കുറിച്ച് പഠിക്കലാണ്. ഇനി നമ്മൾ L2 പോയിന്റിലേക്കാണ് ആദിത്യ L1നെ വിക്ഷേപിച്ചിരുന്നതെങ്കിൽ ആദിത്യ L1ന്റെയും സൂര്യന്റെയും ഇടയിൽ ഭൂമി എപ്പോഴും ഉണ്ടാകും. അതായത് ഭൂമിയുടെയും ചന്ദ്രന്റെയും ഒരു മറ ആദിത്യ L1ന് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് ആദിത്യ L1ന് സൂര്യനെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് ഈ പോയിന്റിൽ അസാധ്യമാണ്. ഇനി L3 പോയിന്റിലേക്കാണ് നമ്മൾ ആദിത്യയെ വിക്ഷേപിക്കുന്നതെങ്കിൽ സൂര്യനെ നിരീക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. എന്നാൽ ആദിത്യ കളക്ട് ചെയ്യുന്ന ഡാറ്റകൾ നമുക്ക് അയച്ചു തരിക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമുക്കും ആദിത്യ L1നും ഇടയിൽ സൂര്യൻ ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ തന്നെ സാധ്യമായെന്ന് വരില്ല. ഇനിയുള്ള L4 പോയിന്റും L5 പോയിന്റും സമാനമായ സ്ഥലങ്ങളാണ്. ഇവിടെ നിന്നാൽ സൂര്യനെ നിരീക്ഷിക്കുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. എന്നാൽ ഈ പ്രദേശങ്ങൾ ഒരുപാട് ആസ്ട്രോയിഡുകളാൽ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്കാണ് നമ്മൾ ആദിത്യയെ വിക്ഷേപിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആദിത്യ L1 ഈ പ്രദേശത്തുള്ള ആസ്ട്രോയിഡുകളുമായി കൂട്ടിയിടിക്കാനും അതുമൂലം തകരാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കാത്ത ഒരു സ്ഥലമാണ് L1 പോയിന്റ്. സോ ഇങ്ങോട്ട് ആദിത്യ L1നെ വിക്ഷേപിക്കുകയാണെങ്കിൽ കൃത്യമായി സൂര്യനെ നിരീക്ഷിക്കാനും അതിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡാറ്റകൾ അപ്പോൾ തന്നെ നമുക്ക് അയച്ചു തരാനും സാധിക്കും. കൂടാതെ ഭൂമിയുടെയും സൂര്യന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ ബാലൻസ്ഡ് ആയി വരുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ആദിത്യ L1ന് ഈ പ്രദേശത്ത് വളരെ സ്റ്റേബിൾ ആയി നിന്നുകൊണ്ട് സൂര്യനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ച് പോയിന്റ് 1 ഉള്ളത്. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരത്തിന്റെ 4 മടങ്ങോളം ദൂരം. അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച അതേ രീതിയിൽ തന്നെയാണ് ആദിത്യ L1നെയും നമ്മൾ വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C57 എന്ന റോക്കറ്റ് ഉപയോഗിച്ച് ആദിത്യ L1നെ ഭൂമിക്ക് മുകളിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുന്നു. അവിടുന്ന് 4 തവണ ഭൂമിയെ വലം വെച്ച ശേഷമായിരിക്കും ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുക. സോ ഇത്തരമൊരു രീതി ആയതുകൊണ്ട് തന്നെ വിക്ഷേപിച്ച് 125 ദിവസത്തിന് ശേഷമായിരിക്കും ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അതായത് സെപ്റ്റംബർ 2-ാം തീയതി വിക്ഷേപിക്കുന്ന ആദിത്യ L1 മിഷൻ ഡിസംബർ മാസത്തിലായിരിക്കും ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിച്ചേരുന്നത്. ഇനി ലഗ്രാഞ്ച് പോയിന്റിൽ എത്തുന്ന ആദിത്യ L1 എന്തൊക്കെ പഠനങ്ങളാണ് സൂര്യനെ കുറിച്ച് നടത്തുന്നത് എന്ന് നോക്കാം. സൂര്യനെ കുറിച്ച് പഠിക്കാൻ 7 പേലോഡുകൾ, അതായത് 7 ഇൻസ്ട്രുമെന്റുകളാണ് ആദിത്യ L1ൽ ISRO ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1. വെൽസി, വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. സൂര്യന്റെ ഔട്ടർ ലെയർ ആയ കൊറോണയെക്കുറിച്ചും ഇവിടെ ഉണ്ടാകുന്ന കൊറോണൽ മാസ് ഇജക്ഷനെ കുറിച്ചും പഠിക്കലാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ലക്ഷ്യം. ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് ആണ് സ്യൂട്ട്, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് സൂര്യന്റെ ചിത്രം എടുക്കുന്ന ഒരു ടെലിസ്കോപ്പാണിത്. ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത 2 ഉപകരണങ്ങളാണ് സോളക്സും HEL1OS-ഉം. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് സോളക്സിന്റെ ഫുൾ ഫോം. എന്നാൽ ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് HEL1OS-ന്റെ ഫുൾ ഫോം.
ഈ രണ്ട് ഉപകരണങ്ങളും സൂര്യനിൽ നിന്ന് വരുന്ന കൂടിയതും കുറഞ്ഞതുമായ എക്സ്റേ രൂപത്തിലുള്ള എനർജിയെ കുറിച്ച് പഠിക്കാനുള്ള രണ്ട് സ്പെക്ട്രോമീറ്ററുകളാണ്. ബാംഗ്ലൂരിലുള്ള UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ വെച്ചാണ് ഈ രണ്ട് ഇൻസ്ട്രുമെന്റുകളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത രണ്ട് ഉപകരണങ്ങളാണ് ആസ്പെക്സും പാപ്പയും. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് എന്നാണ് ആസ്പെക്സിന്റെ ഫുൾ ഫോം. എന്നാൽ പാപ്പയുടെ ഫുൾ ഫോം പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നാണ്. സൂര്യനിൽ ഉണ്ടാകുന്ന സോളാർ വിൻഡുകളെ കുറിച്ചും അതിൽ നിന്നുണ്ടാകുന്ന എനർജറ്റിക് അയോണുകളെ കുറിച്ചും പഠിക്കലാണ് ഈ രണ്ട് ഉപകരണങ്ങളുടെ ലക്ഷ്യം. ഇതിൽ ആസ്പെക്സ് എന്ന ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അഹമ്മദാബാദിലുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ്. എന്നാൽ പാപ്പ എന്ന ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായി സ്പേസ് സെന്ററിലുള്ള സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയാണ്. ഇനി അവസാനത്തെ ഉപകരണമാണ് മാഗ്നറ്റോമീറ്റർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. L1 പോയിന്റിൽ നിന്നുകൊണ്ട് സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡ് അളക്കാനുള്ള ഉപകരണമാണിത്. ഈ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് ആദിത്യ L1 കണ്ടിന്യൂസ് ആയി സൂര്യനെ പഠിക്കുകയും സൂര്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ഡാറ്റകൾ അപ്പോൾ തന്നെ നമുക്ക് അയച്ചു തരികയും ചെയ്യും. ഈ മിഷൻ പരിപൂർണ വിജയം കൈവരിക്കുകയാണെങ്കിൽ ചന്ദ്രയാൻ 3ക്ക് ശേഷം നമുക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ നേട്ടങ്ങളിൽ ഒന്നാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മിഷന് ശേഷം ധാരാളം വലിയ മിഷനുകളാണ് ISRO പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗഗൻയാൻ മിഷൻ. മനുഷ്യരെ സ്പേസിലെത്തിക്കാനുള്ള ഇസ്രോയുടെ ഒരു മിഷനാണിത്. ഈ മിഷന്റെ ഭാഗമായി ഒരുപാട് ടെസ്റ്റുകൾ ഇതിനോടകം ഇസ്രോ നടത്തുകയും അതെല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മിഷൻ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇസ്രോ പറഞ്ഞിട്ടുള്ളത്.